കേരളത്തിൽ പഠിക്കാൻ ആഗ്രഹിക്കുന്ന വിദ്യാർത്ഥികൾ ഏറ്റവും കൂടുതൽ പരിഗണന കൊടുക്കുന്നതാണ് കുസാറ്റ്. അതുപോലെ തന്നെ ഒരു ബിടെക് പഠിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വിദ്യാർത്ഥിയുടെ ഫസ്റ്റ് ചോയ്സ് എന്നും അത് ഏത് റാങ്കുള്ള വിദ്യാർത്ഥിയാണെങ്കിലും CSE തന്നെയാണ്. സോ ഈ രണ്ട് ഓപ്ഷൻസും ഒരുമിച്ച് വരികയാണ്. കുസാറ്റിൽ ഒരു വിദ്യാർത്ഥി CSE പഠിക്കാൻ ആഗ്രഹിക്കുകയാണ്. സോ കുസാറ്റിനെ കുറിച്ചും CSE കുറിച്ചും വളരെ ഡീറ്റെയിൽ ആയിട്ട് നമ്മോട് സംസാരിക്കാനായിട്ട് CSE ഡിപ്പാർട്ട്മെന്റിന്റെ HOD ഡോക്ടർ സുദീപ് ഇളയിടം സാർ നമ്മോടൊപ്പം ജോയിൻ ചെയ്യുന്നു. സർ, സ്നേഹപൂർവ്വം സ്വാഗതം. സാർ, ഞാൻ എൻ്റെ ചോദ്യം ഒന്നുകൂടെ ആവർത്തിക്കുകയാണ്. ഒരു വിദ്യാർത്ഥി CSE പഠിക്കാനായിട്ട് കുസാറ്റിൽ വരികയാണ്. എന്തൊക്കെ ഫെസിലിറ്റീസ് ആണ് ആ ഒരു വിദ്യാർത്ഥിക്ക് ഇവിടെ കിട്ടുന്നത്? ഒരു വിദ്യാർത്ഥി ഒരു ബ്രാഞ്ച് കമ്പ്യൂട്ടർ സയൻസ് ബ്രാഞ്ച് എടുത്ത് വരുമ്പോൾ എല്ലാ രക്ഷകർത്താക്കളും വിദ്യാർത്ഥികളും നോക്കുന്ന രണ്ട് മൂന്ന് പാരാമീറ്റേഴ്സ് ഉണ്ട്. അതിൽ ആദ്യത്തെ പാരാമീറ്ററാണ് ജോലി സാധ്യത അല്ലെങ്കിൽ പ്ലേസ്മെൻറ്റ് എന്ന് പറയുന്നത്. നമുക്ക് ഓരോരോ ഫാക്ടേഴ്സായിട്ട് നോക്കാം. ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിലേക്ക് ഒരു വിദ്യാർത്ഥി വരുന്നതിലെ ആദ്യത്തെ ഒരു ആകർഷക ഘടകം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അവന് ജോലി കിട്ടുമോ എന്നുള്ളതാണ്. കാരണം എല്ലാവർക്കും അതാണല്ലോ വേണ്ടത്. അങ്ങനെ നോക്കുമ്പോൾ ഞങ്ങൾ വളരെ സന്തോഷത്തോടെ അഭിമാനമായിട്ട് പറയാം, കൊച്ചിൻ യൂണിവേഴ്സിറ്റിയിലെ കമ്പ്യൂട്ടർ സയൻസിൽ എലിജിബിൾ ആയ, അതായത് ജോലി സാധ്യതയ്ക്ക് എലിജിബിൾ ആയ 100% പേർക്കും ജോലി കിട്ടാറുണ്ട്. അതെ, അതായത് അണ്ടർലൈൻ അതായത് സപ്ലികൾ പാടില്ല, അല്ലെങ്കിൽ ബാക്കി കോമ്പീറ്റൻസ് അതെല്ലാം ഉള്ള ആ ക്രീം സ്റ്റുഡൻസിൽ 100% പ്ലേസ്മെൻ്റ് ആണ്. അപ്പോൾ അതാണ് ക്യുസാറ്റ് തിരഞ്ഞെടുക്കാനുള്ള. അതുപോലെ തന്നെ വരുന്ന കമ്പനികളുടെ മേന്മ, അതായത് ഇപ്പോൾ വലിയ കമ്പനികളായിട്ടുള്ള റിലയൻസ്, സിസ്കോ, ഇത്തരത്തിലുള്ള കമ്പനികൾ ഇതേപോലെ ഇൻസ്റ്റിറ്റ്യൂട്ട്സ് ഓഫ് നാഷണൽ ഇമ്പോർട്ടൻസ് അവിടെയാണ് കൂടുതലും വരിക. ഒരു ഉദാഹരണം പറയാം, NIT കാലിക്കറ്റ്, ക്യുസാറ്റ്, അല്ലെങ്കിൽ ഗവൺമെൻറ് എഞ്ചിനീയറിംഗ് കോളേജസ്. അപ്പോൾ ഇത്തരത്തിലുള്ള സർക്കാർ ബന്ധിതമായ അല്ലെങ്കിൽ സർക്കാരുമായി ബന്ധപ്പെട്ട പ്രസ്റ്റീജിയസ് ഇൻസ്റ്റിറ്റ്യൂട്ടിലാണ് വലിയ കമ്പനികൾ കൂടുതലും വരുന്നത്. അപ്പം ഞങ്ങളുടെ ഇവിടെ വരുന്ന അങ്ങനത്തെ ബിഗ് മൾട്ടിനാഷണൽസ് പലരും ഇവിടെ വന്ന് നല്ല കുട്ടികളെ തന്നെ ഏറ്റവും അതെ. അപ്പോൾ ഇതാണ് അതിൻ്റെ ഒരു വൺ ഓഫ് ദ മെയിൻ ഫസ്റ്റ് ഒരു ക്യാരക്ടർ എന്ന് പറയുന്നത്. പിന്നെ രണ്ടാമത്തെ ഒരു ക്യാരക്ടർ എന്ന് പറയുന്ന ഒരു സാധനമാണ് അധ്യാപകരുടെ ഗുണനിലവാരം. അപ്പോൾ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഏകദേശം 25+ ഇയേഴ്സ് എക്സ്പീരിയൻസ് ഉള്ളവരാണ് എല്ലാ ടീച്ചേഴ്സും. അപ്പോൾ അതിൽ തന്നെ 4 പേർക്ക് PhD ഉള്ളവരുണ്ട്, 3 പ്രൊഫസർമാർ, എല്ലാവരും വളരെ അനുഭവ സമ്പത്തുള്ളവരാണ്. പിന്നെ ഒരു മൂന്നാമത് ഒരു ന്യൂ കമർ നോക്കുന്നൊരു ഇതാണ് ലാബോറട്ടറി ഫെസിലിറ്റീസ്. ഞങ്ങൾക്ക് വളരെ ഭംഗിയായിട്ട്, അതായത് നല്ല എല്ലാ പുതിയ തരത്തിലുള്ള എക്സ്പെരിമെൻറ്റ്സ്, ഇപ്പോൾ ക്ലൗഡ് കമ്പ്യൂട്ടിംഗ്, ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്, ഡീപ്പ് ലേണിംഗ് മുതലായിട്ടുള്ള എല്ലാ പുതിയ എക്സ്പെരിമെൻറ്റ്സും ചെയ്യാൻ തക്ക കഴിവുള്ള പുതിയ പ്രോസസ്സറുകളെല്ലാം ഉപയോഗിച്ചിട്ടുള്ള, ഇപ്പോൾ GPU ബേസ്ഡ് കമ്പ്യൂട്ടേഷൻസ് എന്ന് പറയും, GPU അതൊക്കെയുള്ള മെഷീൻസ് വരെ നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആണ്. അപ്പോൾ കുട്ടികൾക്ക് ലാബ് ഫെസിലിറ്റീസും എല്ലാം നമുക്ക് നല്ല ഇൻഫ്രാസ്ട്രക്ചറുണ്ട്. പിന്നെ എല്ലാ ക്ലാസ് റൂമുകളിലും ഇപ്പോൾ സ്മാർട്ട് ക്ലാസ് റൂംസ്, സ്മാർട്ട് ബോർഡ്, ഏറ്റവും പുതിയ തരത്തിലുള്ള സ്മാർട്ട് ബോർഡുകളും, അതുപോലെ തന്നെ ഇൻ്റർനെറ്റ് എനേബിൾഡ് ആയിട്ടുള്ള, കമ്പ്യൂട്ടർ എനേബിൾഡ് ആയിട്ടുള്ള ടീച്ചിങ് മെത്തേഡ്സ് അതെല്ലാം തന്നെ എല്ലാ ക്ലാസ് റൂമുകളിലും ഉണ്ട്. അപ്പോൾ ഈ പ്രധാനപ്പെട്ട 3 പാരാമീറ്റേഴ്സ് ആയിട്ടുള്ള പ്ലേസ്മെൻറ്റ്, ഇൻഫ്രാസ്ട്രക്ചർ, അധ്യാപകരുടെ ഗുണനിലവാരം, ലൈബ്രറി ഫെസിലിറ്റീസ്. ഞങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ലൈബ്രറിയെ പറ്റി പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് വേൾഡിൽ നമ്മൾ ഇപ്പോൾ റിസർച്ചിൽ ഏറ്റവും പറയുന്നൊരു സാധനമാണ് സയൻറ്റിഫിക് ജേർണൽസ്. അപ്പോൾ ക്യുസാറ്റിൽ ഒരുമാതിരി എല്ലാ സയൻറ്റിഫിക് ജേർണൽസിൻ്റെ സബ്സ്ക്രിപ്ഷനുണ്ട്. അതായത് IEEE എക്സ്പ്ലോർ, അല്ലെങ്കിൽ സ്പ്രിംഗർ ജേർണൽസ് മുതലായിട്ടുള്ള അങ്ങനത്തെ വലിയ പ്രസ്റ്റീജിയസ് ജേർണലുകൾ ഇവിടെ അവൈലബിൾ ആണ്. ഒരുമാതിരി എല്ലാ പുസ്തകങ്ങളും തന്നെ. അപ്പോൾ കുട്ടികൾ ഈവനിങ് നൈറ്റ് 8 o'clock വരെയൊക്കെ ഇരുന്ന് കുട്ടികൾക്ക് വായിക്കാനുള്ള സൗകര്യങ്ങൾ, അപ്പോൾ ലൈബ്രറി ഫെസിലിറ്റീസൊക്കെ വളരെ നന്നായിട്ടുണ്ട്. പിന്നെ കുട്ടികൾ നോക്കുന്ന വേറൊരു കാര്യമാണ് എക്സ്പോഷർ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിൽ ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസിന് വളരെ നല്ല പ്രാധാന്യമാണ്. ഞങ്ങൾക്ക് ഒരു സ്റ്റുഡൻറ്റ് അസോസിയേഷൻ ഉണ്ട്, ACES എന്ന് പറയും, അസോസിയേഷൻ ഓഫ് കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് സ്റ്റുഡൻസ്. അപ്പോൾ അവിടെ നമ്മൾ നിറയെ ആക്ടിവിറ്റീസ് നടത്താറുണ്ട്. ഈ ഹാക്കത്തോൺസ് ഇപ്പോഴത്തെ കുട്ടികളുടെ ഒരു പുതിയ ട്രെൻഡാണ്. അതായത് എനിക്ക് കഴിഞ്ഞ 25 വർഷമായിട്ട് എനിക്ക് ആ ചേഞ്ച് വളരെ വ്യക്തമായിട്ട് മനസ്സിലാവുന്നുണ്ട്. അതായത് ഇപ്പോൾ കുട്ടികളൊരു 3rd സെമസ്റ്റർ 4th സെമസ്റ്റർ ആയാലും തന്നെ, സർ ഞങ്ങൾക്ക് ഹൈദരാബാദിലൊരു ഹാക്കത്തോൺ ഉണ്ട്, ഞങ്ങൾ പോയിക്കോട്ടെ, അല്ലെങ്കിൽ ഞങ്ങൾക്ക് ഇപ്പോൾ കഴിഞ്ഞ ആഴ്ച ഇപ്പോൾ ബാംഗ്ലൂർ ഒരു ഹാക്കത്തോൺ ഉണ്ട്.
അപ്പോൾ ഞങ്ങളിവിടെ യൂണിവേഴ്സിറ്റിയിൽ ഞങ്ങളൊരു 4 days പെർ സെമസ്റ്റർ ഞങ്ങൾ ഇത്തരത്തിലുള്ള എക്സ്ട്രാ ആക്ടിവിറ്റീസിന് വേണ്ടി മാറ്റിവെച്ചിരിക്കുകയാണ്. അപ്പോൾ കുട്ടികൾക്ക് ഇത്തരത്തിലുള്ള ഒരു എക്സ്പോഷറും ഇവിടെ വളരെ കൂടുതലാണ്. ഒന്നാമത്തേത് കൊച്ചിയിൽ തന്നെ ആയതുകൊണ്ട് എല്ലാ എക്സ്പോഷറും മെട്രോപൊളിറ്റൻ സിറ്റീസിൻ്റെ എല്ലാ ഇതും, കാരണം സെമിനാഴ്സ് വരുമ്പോഴും ഇപ്പോൾ ഗൂഗിളിൻ്റെ സ്റ്റുഡൻറ് ചാപ്റ്റർ ഫസ്റ്റ് ചോയ്സ് ക്യുസാറ്റാണ് അവർ ചോദിക്കുന്നത്. ഇപ്പോൾ ഞങ്ങൾ കഴിഞ്ഞ ആഴ്ച ഞങ്ങൾ സംസാരിച്ചേ ഉള്ളൂ, ക്യുസാറ്റിലാവുമ്പോഴൊരു ഗുണം എല്ലാവർക്കും വരാനുള്ള സൗകര്യം, വലിയ ഓഡിറ്റോറിയംസ് അങ്ങനെ എല്ലാം ഉള്ളത് കൊണ്ട് അവർ വളരെ പോസിറ്റീവാണ് ഇക്കാര്യത്തിൽ. അപ്പോൾ ഇങ്ങനെ എല്ലാ ഫാക്ടർ കൊണ്ട് നോക്കിയാലും പിന്നെ ഏറ്റവും വേറൊരു പ്രത്യേകത എന്ന് പറയുന്നത്, ഇപ്പോൾ ഞങ്ങളുടെ യൂണിവേഴ്സിറ്റിയിൽ 2 കോളേജുകളാണ് മെയിനായിട്ടുള്ളത്. ഒന്ന് സ്കൂൾ ഓഫ് എഞ്ചിനീയറിംഗ് തൃക്കാക്കരയും പിന്നെ പുളിങ്കുന്ന് എഞ്ചിനീയറിംഗ് കോളേജും. അപ്പോൾ ഞങ്ങൾക്കിത് മാനേജ് ചെയ്യുന്നത് ഇവിടുത്തെ തന്നെ യൂണിവേഴ്സിറ്റി അഡ്മിനിസ്ട്രേഷൻ തന്നെയാണ്, അതിൻ്റെ സിലബസ് പ്രിപ്പറേഷൻ, എക്സാം കണ്ടക്ടിങ്. പക്ഷേ മറ്റു പല യൂണിവേഴ്സിറ്റികളിലും ഒരുപാട് കോളേജുകൾ ഉള്ളതുകൊണ്ട് ദ മാനേജ്മെൻറ്റ് മേ ബി എ ബിറ്റ് കോംപ്ലക്സ്. ഇവിടെ ദ മാനേജ്മെൻറ്റ് ഈസ് മച്ച് മോർ സിംപ്ലർ ആൻഡ് ദ സ്റ്റുഡൻസ് ആൻഡ് ദ ടീച്ചേഴ്സ് ആർ കൊഹസീവ്. വളരെ കൊഹസീവാണ് അവർ. അപ്പോൾ നമുക്കൊരു സംശയം വന്നു കഴിഞ്ഞാൽ ചോദിക്കാനും, ഒരു ക്വസ്റ്റ്യൻ പേപ്പറിൻ്റെ എന്താ പറയുക, അതിലൊരു എന്തെങ്കിലും ഒരു ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ ഡൗട്ട്സ് പെട്ടെന്ന് ക്ലാരിഫൈ ചെയ്യാനും, കാരണം എല്ലാം ഇവിടെ തന്നെയാണ് നടക്കുന്നത്. ഒരു എക്സാമുമായിട്ടൊരു ബന്ധപ്പെട്ടൊരു ഇഷ്യൂ വന്നു കഴിഞ്ഞാലും അഡ്മിനിസ്ട്രേഷൻ തൊട്ടടുത്താണ് ഇവിടെ ഈ ക്യാമ്പസിൽ തന്നെ. അപ്പോൾ കുട്ടികൾക്ക് ജസ്റ്റ് പോയാൽ മതി, പെട്ടെന്ന് കാര്യങ്ങൾ മനസ്സിലാക്കാനും ഇത് വളരെ നല്ലതാണ്. അപ്പോൾ ഇതൊക്കെയാണ് ഇതിൻ്റെ ഒരു കാരണങ്ങൾ, യൂണിക് ഫീച്ചേഴ്സാണ് നമുക്ക്. അതെ. എന്തുകൊണ്ട് നിങ്ങൾ കുസാറ്റ് ചൂസ് ചെയ്യണം, എന്തുകൊണ്ട് നിങ്ങൾ കുസാറ്റ് തന്നെ CSE പഠിക്കണം എന്നതിനെക്കുറിച്ച് നിങ്ങളോട് സംസാരിച്ചത് ഡോക്ടർ സുദീപ് ഇളയിടം സാറാണ്. സാർ ഒരു CSE ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ HOD എന്ന പൊസിഷനിൽ മാത്രമല്ല എന്നും റാങ്കുകളുടെ ഒരു കളിത്തോഴൻ തന്നെയായിരുന്നു. പഠിക്കുന്ന B.Tech കാലയളവിലാണെങ്കിലും M.Techലാണെങ്കിലും സാറിൻ്റെ പാഷൻ എന്ന് പറയുന്നത് സിംഗിങ് ആണ്. സംസാരിച്ചപ്പോഴാണ് അറിയാൻ കഴിഞ്ഞത് സാർ ഒരു സിനിമയുടെ മ്യൂസിക് ഡയറക്ടറാണ്. സാർ ഏത് സിനിമയിലാണ്? ഫുക്രി എന്ന സിനിമയിൽ, സിദ്ദിഖ് സാറിൻ്റെ ഫുക്രി എന്നുള്ള സിനിമയുടെ. ഒരുപക്ഷെ കമ്പ്യൂട്ടർ സയൻസ് ആ ഒരു പാഷൻ തന്നെ പാടാനും പാട്ട് മ്യൂസിക് കമ്പോസ് ചെയ്യാനുള്ള സാറിൻ്റെ സ്കില്ലിനെ ഞങ്ങൾ വളരെയധികം സ്നേഹത്തോടെ ഞങ്ങൾ അഭിനന്ദിക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ ഒരു സെക്ഷൻ എല്ലാ വിദ്യാർത്ഥികൾക്കും CSE പഠിക്കാൻ ആഗ്രഹിക്കുന്നവർക്ക്, കുസാറ്റിൽ ജോയിൻ ചെയ്യാൻ ആഗ്രഹിക്കുന്നവർക്ക് വളരെയധികം ഇൻഫോർമേറ്റീവ് ആയിരിക്കും എന്ന് ഞങ്ങൾക്ക് കരുതുന്നുണ്ട്. സാർ വളരെയധികം സ്നേഹം. സാറിൻ്റെ പാഷൻ പിന്തുടരുക, അതോടൊപ്പം തന്നെ CSE ടീച്ചിങ്ങും മ്യൂസിക്കും എല്ലാം ഒരുമിച്ച് പോകട്ടെ എന്നും കൂടുതൽ ജീവിതത്തിൽ വിജയങ്ങൾ ഉണ്ടാവട്ടെ എന്ന് ഞങ്ങൾ ആശംസിക്കുന്നു. താങ്ക് യു സർ, താങ്ക് യു വെരി മച്ച്. എൻട്രൻസ് സംബന്ധമായ വാർത്തകളും അപ്ഡേഷനുകളും ഏറ്റവും വേഗം ആധികാരികമായി അറിയാൻ ബ്രില്യൻ സ്റ്റഡി സെന്റർ പാല യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ഐക്കൺ അമർത്തുക. ഈ വീഡിയോ മറ്റ് സുഹൃത്തുക്കളിലേക്കും ഷെയർ ചെയ്ത് നൽകുക.